നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുമുള്ള കുറച്ച് സിദ്ധാന്തങ്ങളാണ്. ഇത് LP UP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വൈജ്ഞാനിക സിദ്ധാന്തത്തെക്കുറിച്ചാണ്. വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കൊഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയും. എന്താണ് കൊഗ്നിറ്റീവ് തിയറീസ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ സാധിക്കും. അതായത് മനുഷ്യൻ്റെ ബൗദ്ധിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താധാര, അതിനെയാണ് നമ്മൾ വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ല, ബൗദ്ധിക പ്രക്രിയയാണ് കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൗദ്ധിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? കൊഗ്നിറ്റീവ് തിയറീസ് അഥവാ ബൗദ്ധിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയെ വൈജ്ഞാനിക സിദ്ധാന്തം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്തരത്തിൽ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിന്തകന്മാരായിട്ട് നമ്മൾ കണക്കാക്കുന്ന പിയാഷെ, ബ്രൂണർ, അസുബൽ എന്നിവരാണ്. അല്ലേ, അതിൽ നമ്മൾ പിയാഷെ, ബ്രൂണർ, അസുബൽ എന്നിവരെയാണ് പ്രധാനപ്പെട്ട വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കിയാൽ പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ് ഏറെക്കുറെ പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലേ, ആദ്യമായിട്ട് എന്താണ് തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്? അല്ലെ, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ബൗദ്ധിക വികാസത്തെ പറ്റിയാണ് പറയുന്നത്. തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതേപോലെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഉണ്ട്. തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് എന്നും അതേപോലെ തന്നെ തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? ഈ പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിനെയാണ് ഇപ്രകാരം വിശേഷിപ്പിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ പിയാഷെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചെന്നറിയാവോ? അതാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. പിയാഷെ തന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ പൊതുവായിട്ട് വിശേഷിപ്പിച്ചത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ജീൻ പിയാഷെയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? പഠനത്തിലെ വൈജ്ഞാനിക വികസനമുണ്ട്. പഠനത്തിൽ ഒരുപാട് മേഖലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് പഠനത്തിലെ വൈജ്ഞാനിക വികസന സമീപനം എന്ന് പറയുന്നത്. അതിൻ്റെ ശക്തനായ വക്താവായിട്ടാണ് നമ്മൾ ജീൻ പിയാഷെയെ കണക്കാക്കുന്നത്. അല്ലെ, ശൈശവത്തിൽ നിന്നും പക്വതയിലേക്കുള്ള വളർച്ചയിൽ ചുറ്റുപാടുകളുമായുള്ള ഇടപെടലുകളിലൂടെ ആർജിച്ച അനുഭവങ്ങൾ മനുഷ്യൻ്റെ ചിന്താപ്രക്രിയയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെ, ശൈശവത്തിൽ നിന്നും പക്വതയിലേക്കുള്ള വളർച്ചയിൽ ചുറ്റുപാടുകളുമായുള്ള ഇടപെടലുകളിലൂടെ ആർജിച്ച അനുഭവങ്ങൾ മനുഷ്യൻ്റെ ചിന്താപ്രക്രിയയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിയാഷെയുടെ അഭിപ്രായമാണ് ഇത്. പിയാഷെ അഭിപ്രായപ്പെടുന്ന ഈ ചിന്താപ്രക്രിയയ്ക്ക് വികസനത്തിൻ്റെതായ 4 ഘട്ടങ്ങളുണ്ട്. അല്ലെ, പിയാഷെ അഭിപ്രായപ്പെടുന്ന ചിന്താപ്രക്രിയയിൽ വികസനത്തിൻ്റെതായ 4 ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മെച്ചുറേഷനാണ്. അതായത് ബയോളജിക്കൽ മെച്ചുറേഷൻ എന്ന് പറയുന്ന ശാരീരികമായ പക്വതയാർജിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ. രണ്ടാമത്തേത് ആക്ടിവിറ്റികൾ അഥവാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതാണ്. മൂന്നാമത്തേത് സാമൂഹിക അനുഭവങ്ങൾ അഥവാ സോഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നാലാമത്തേത് സന്തുലീകരണം അഥവാ ഇക്വി ലിബറേഷൻ എന്ന് പറയുന്നതാണ്. മനുഷ്യനെ അവൻ്റെ ജനിതക ഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രായത്തിനനുസരിച്ച് ചില സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പുരോഗമനപരമായ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെച്ചുറേഷൻ അഥവാ പരിപക്വനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ കണക്കാക്കുന്ന മാറ്റങ്ങളാണ് ഇത്. ശാരീരികമായിട്ടുള്ള പക്വത വർദ്ധിക്കും തോറും ചുറ്റുപാടുകളുമായിട്ട് കൂടുതൽ ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഈ വ്യക്തിക്ക് ഒരു പ്രാപ്തി കൈവരികയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സീസോ, നമുക്കറിയാം സീസോയിൽ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ സീസോയിൽ നടത്തുന്ന നിരീക്ഷണങ്ങളിലൂടെ തുലനം ചെയ്യൽ എന്ന് പറയുന്ന ഒരു ആശയം സ്വായത്തമാക്കാനായിട്ട് ഒരു കുട്ടിക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സാധിക്കാറുണ്ട്. അതേപോലെ വളരും തോറും വ്യക്തികളുടെ സാമൂഹ്യ ഇടപെടലുകളും ഇതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരാറുമുണ്ട്. അല്ലെ, മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നതായിട്ട് പിയാഷെ കണക്കാക്കുന്നുണ്ട്. അല്ലെ, മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നതായിട്ട് പിയാഷെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ വൈജ്ഞാനിക മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളെ പിയാഷെ വിളിക്കുന്നത് സംയോജനം അഥവാ അനുരൂപീകരണം എന്നാണ്. അല്ലെ, വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളെ പിയാഷെ വിളിക്കുന്നത് എന്താണ്? സംയോജനം അഥവാ ഓർഗനൈസേഷൻ, അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ എന്നാണ്. അപ്പോൾ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളെ പിയാഷെ വിളിക്കുന്നത് സംയോജനം, ഓർഗനൈസേഷൻ അഥവാ അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ എന്നാണ്.
അല്ലെ? സംയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നതാണ് സംയോജനം എന്ന് പറയുന്നത്. അല്ലെ? എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി സൂക്ഷിക്കാനായിട്ട് പ്രത്യേകമായൊരു കഴിവുണ്ട്. അല്ലേ? എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി സൂക്ഷിക്കുവാനായിട്ട് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വളരെ ലളിതമായ രൂപത്തിലുള്ള ഈ വൈജ്ഞാനിക ഘടനയോട് പുതിയ കാര്യങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലേ? ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വളരെ ലളിതമായ രൂപത്തിലുള്ള ഈ വൈജ്ഞാനിക ഘടനയോട് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലേ? നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ വിളിക്കുന്നത് സ്കീമ എന്നാണ്. അപ്പം നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ വിളിച്ചിരിക്കുന്നത് സ്കീമ എന്ന ഒരു പേര് നൽകിയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ പിയാഷെയുടെ തന്നെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് സ്കീമയാണ്. അപ്പോൾ പിയാഷെയുടെ അടിസ്ഥാനത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് സ്കീമയാണ്. അതിൽ തന്നെ ഈ സ്കീമകളുടെ ഒരു കൂട്ടമുണ്ട്. അല്ലേ? അതിനാണ് ശ്രേണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്കീമകളുടെ ശ്രേണിയെ വിളിക്കുന്ന പേര് സ്കീം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. നിലവിലുള്ള സ്കീമകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയവ അതിനോടുകൂടി ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു. അല്ലെ? സിരകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലുകളും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായിട്ടുള്ള ഒരു ഘടന രൂപം കൊള്ളുന്നൊരു പ്രക്രിയയുണ്ട്. ഈ പ്രക്രിയയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? സംയോജനം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്? സംയോജനം എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അല്ലേ? സംയോജനം, അതായത് അഡാപ്റ്റേഷൻ നമ്മൾ പഠിച്ചു, സ്വാംശീകരണം നമ്മൾ പഠിച്ചു. സ്വാംശീകരണമാണ് നമ്മൾ പഠിച്ചത്. അല്ലേ? അഡാപ്റ്റേഷൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അല്ല, എന്താണ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന്, അല്ലെ? ബാഹ്യലോകം വെച്ചാൽ പുറം ലോകമാണ്. ആ പുറം ലോകവുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ അനുരൂപീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ അനുരൂപീകരണത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രക്രിയകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ അക്കോമഡേഷനുണ്ട്, അസിമിലേഷനുണ്ട്. അപ്പോൾ അക്കോമഡേഷനും അസിമിലേഷനും വഴിയാണ് എന്ത് നടക്കുന്നത്? സ്വാംശീകരണം, സംസ്ഥാപനം എന്നീ പ്രക്രിയകൾ വഴിയാണ് അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നടത്തപ്പെടുന്നത്. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര് സ്വാംശീകരണം എന്നാണ്. അല്ലേ? പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരെന്താണ്? അസിമിലേഷൻ അഥവാ സ്വാംശീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടോ അതല്ലെങ്കിൽ നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ് സംസ്ഥാപനം, അധിനിവേശം, സന്നിവേശം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതിന് നമ്മൾ അക്കോമഡേഷൻ എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അക്കോമഡേഷൻ, അല്ല? വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടോ നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിക്കൊണ്ടോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെയാണ് നമ്മളെന്ന് വിശേഷിപ്പിക്കുന്നത് സംസ്ഥാപനം അഥവാ അധിനിവേശം അല്ലെങ്കിൽ സന്നിവേശം എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചക്രത്തിലോടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി മാറ്റി ശീലിക്കുന്ന ഒരു കുട്ടി. ചക്രമുള്ള മറ്റ് കളിപ്പാട്ടങ്ങൾ കയ്യിൽ കിട്ടിയാലും ആ കുട്ടി എന്ത് ചെയ്യും? അത് തള്ളി നീക്കാനായിട്ട് ശ്രമിക്കും. ഈ പ്രക്രിയയാണ് നമ്മൾ സ്വാംശീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്വാംശീകരണം എത്രയേ ഉള്ളൂ? അതായത് ഉദാഹരണം പറയുമ്പോൾ ചക്രത്തിലോടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി മാറ്റിക്കൊണ്ട് ഒരു കുട്ടി ശീലിച്ചിട്ടുണ്ടെങ്കിൽ ചക്രമുള്ള മറ്റ് കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോഴും ആ കുട്ടി എന്ത് ചെയ്യും? അതിങ്ങനെ തള്ളി മാറ്റുക തന്നെ ചെയ്യും. ഇനി അതേപോലെ താക്കോൽ തിരിച്ചോടിക്കുന്ന വണ്ടി ആ കുട്ടി കിട്ടിയെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം അങ്ങനെ കിട്ടിയെന്ന് വയ്ക്കുക, ആ കുട്ടി എന്ത് ചെയ്യും? ആദ്യം അത് തള്ളി നീക്കാൻ നോക്കും. കാര്യം ആ കുട്ടി പഠിച്ചിരിക്കുന്ന എന്താണ്? തള്ളി നീക്കിയുള്ള ശീലമാണല്ലോ. അത് പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യും? കുട്ടി വാശി പിടിച്ച് കരയും. അപ്പം ആരെങ്കിലും അച്ഛനോ അമ്മയോ അതേപോലെ ആരെങ്കിലും ചെന്ന് എന്ത് ചെയ്യുന്നു? അതങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞ് താക്കോല് തിരിച്ച് അത് സ്റ്റാർട്ടാക്കി കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് പുതിയൊരു അറിവ് കിട്ടുകയാണെന്നാണ്. താക്കോൽ തിരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പുതിയ തിരിച്ചറിവ് നേടുന്നു. അങ്ങനെ ആ പഴയ അറിവിൽ നിന്ന് ഒരു പുതിയ അറിവ് കൂടി എന്താണ് കുട്ടിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ പഴയ സ്കീമുകളിൽ കുട്ടി മാറ്റം വരുത്താനായിട്ട് കുട്ടിക്ക് ഒരു പ്രാപ്തി കൈവരികയാണ്. ഈ പ്രക്രിയയാണ് നമ്മളിന്ന് സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ പിയാഷെയുടെ തന്നെ അഭിപ്രായത്തിൽ സ്വാംശീകരണവും സംസ്ഥാപനവും സന്തുലീകരണത്തിനുള്ള മാർഗ്ഗങ്ങളാണ്. സന്തുലീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബറേഷൻ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സന്തുലീകരണം ഇക്വിലിബറേഷൻ എന്ന് പറയുന്നതാണ്. അല്ലേ? ഉടൻ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യനിൽ വൈജ്ഞാനികമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അവയെ തരണം ചെയ്ത് സന്തുലിതാവസ്ഥ കൈവരിക്കുവാനായിട്ടാണ് ഈ സ്വാംശീകരണവും സംസ്ഥാപനവും സഹായിക്കുന്നത്. അതായത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യന് വൈജ്ഞാനികപരമായിട്ടുള്ള അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അവയെ തരണം ചെയ്തുകൊണ്ട് സന്തുലിതാവസ്ഥ കൈവരിക്കുവാനായിട്ട് സ്വാംശീകരണവും സംസ്ഥാപനവും മനുഷ്യനെ സഹായിക്കുന്നുവെന്നാണ് പിയാഷെയുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിലേക്ക് നമുക്ക് നോക്കാം. അല്ല, ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിലേക്ക് നമുക്ക് നോക്കിയാൽ എന്താ മാറ്റാൻ സാധിക്കാം?
ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുണ്ട്, അല്ല, ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിലേക്ക് നയിക്കുന്ന വിവര സംസ്കരണമുണ്ട്. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിലേക്ക് നയിക്കുന്ന വിവര സംസ്കരണത്തിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് സംഭാവന നൽകിയ വ്യക്തി, അതാണ് ആരെന്ന് പറയുന്നത്, ബ്രൂണർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിലേക്ക് നയിക്കുന്ന വിവര സംസ്കരണത്തിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് സംഭാവന നൽകിയ വ്യക്തിയാണ് ഈ ബ്രൂണർ എന്ന് പറയുന്ന വ്യക്തി. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, അല്ലെ, കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം അഥവാ ഒരു കൾച്ചറൽ ടൂൾ മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബ്രൂണർ. അപ്പോൾ ബ്രൂണർ പറഞ്ഞ കാര്യം ഇതാണ്: കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബ്രൂണർ. ആശയങ്ങൾ രൂപീകരിക്കാനും അങ്ങനെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കാനും ഒരു വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കിക്കൊണ്ട് വൈജ്ഞാനിക വികസന ഘട്ടം ആവിഷ്കരിച്ചത് ഈ പറയുന്ന ആരാണ്? നമ്മുടെ ബ്രൂണർ തന്നെയാണ്. അപ്പോൾ ആശയങ്ങൾ രൂപീകരിക്കാനും അങ്ങനെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കിക്കൊണ്ട് വൈജ്ഞാനിക വികസന ഘട്ടം ആവിഷ്കരിച്ചതുമൊക്കെ ഇദ്ദേഹമാണ്. ഇനി നമുക്ക് നോക്കാം ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ല, ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയ വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ എന്ന് പറയുന്നയാൾ, അല്ലേ. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നീ പുസ്തകങ്ങൾ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അത് ജെറോം എസ് ബ്രൂണറാണ്. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നീ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ ബ്രൂണർ വിദ്യാഭ്യാസ സിദ്ധാന്ത രംഗത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്തെന്നറിയാവോ? അതാണ് ആശയങ്ങളുടെ അർത്ഥവും സ്വഭാവവും സംബന്ധിച്ച് നടത്തിയ ആഴത്തിലുള്ള പഠനമാണ് ഈ ബ്രൂണർ വിദ്യാഭ്യാസ സിദ്ധാന്ത രംഗത്ത് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്, അല്ലെ. ആശയങ്ങളുടെ അർത്ഥവും സ്വഭാവവും സംബന്ധിച്ച് നടത്തിയ ആഴത്തിലുള്ള പഠനം ബ്രൂണർ വിദ്യാഭ്യാസ സിദ്ധാന്ത രംഗത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയങ്ങളുടെ അർത്ഥവും സ്വഭാവവും സംബന്ധിച്ച് നടത്തിയ ആഴത്തിലുള്ള പഠനം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ബ്രൂണറുടെ സംഭാവനയായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ആശയമുണ്ട്. അത് ബ്രൂണറിൻ്റെ ആശയം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഈ ബ്രൂണർക്കും വൈജ്ഞാനിക വികസന സിദ്ധാന്തത്തിൽ ചില ഘട്ടങ്ങളുണ്ട്. ബ്രൂണറുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തത്തിൻ്റെ ഘട്ടങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതാണ് ആശയ രൂപീകരണ പ്രക്രിയ എന്ന് പറയുന്നതാണ്, അല്ലെ. ആശയ രൂപീകരണ പ്രക്രിയയാണ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസനത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ആശയ രൂപീകരണ പ്രക്രിയയാണ്. പ്രവർത്തന ഘട്ടമുണ്ട്, അല്ലേ. രണ്ടാമത്തത് പ്രവർത്തന ഘട്ടമാണ്. അടുത്തത് ബിംബന ഘട്ടം എന്ന് പറയും. ബിംബന ഘട്ടത്തിന് ശേഷം വരുന്നതാണ് പ്രതിരൂപാത്മക ഘട്ടം അഥവാ പ്രതീകാത്മക ഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, പ്രതീകാത്മക ഘട്ടം, ഇങ്ങനെ പല പല സ്റ്റേജിലാണ് ഈ പറയുന്ന ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് ആശയ രൂപീകരണ പ്രക്രിയ, രണ്ടാമത്തേത് പ്രവർത്തന ഘട്ടം, മൂന്നാമത്തേത് ബിംബന ഘട്ടം, നാലാമത്തേത് പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയും. അപ്പോൾ ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ആശയരൂപീകരണ ഘട്ടം എന്നിങ്ങനെയാണ് ഈ ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അറിയപ്പെടുന്നത്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയരൂപീകരണ പ്രക്രിയ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയരൂപീകരണത്തിൻ്റെ പ്രക്രിയ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമത്തേത് പ്രവർത്തന ഘട്ടമാണ്. ശിശു, അല്ലേ, കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ്. ശിശു നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇങ്ങനെ അവൻ ഓടാനും ചാടാനും നടക്കാനും ഒക്കെ പഠിക്കുന്ന പ്രവൃത്തിയാണ് പ്രവർത്തന ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ല, കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടത്തിനെയാണ് പ്രവർത്തന ഘട്ടം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠനഘട്ടമാണ്, അല്ലെ. മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠനഘട്ടമാണ്. മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പഠനഘട്ടമാണ് അടുത്തത്, അല്ലെ. അടുത്ത പ്രവർത്തന ഘട്ടം. പ്രവർത്തന ഘട്ടമാണ് ഈ പറയുന്ന മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠനഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. ഇനിയോ ഏതൊരു ആശയത്തിൻ്റെയും പ്രാഥമിക തലമുണ്ട്, അല്ലെ. ഏതൊരാശയത്തിനൊരു പ്രാഥമിക തലമുണ്ട്. ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റേതാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബ്രൂണർ, അല്ലെ. ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റേതാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബ്രൂണർ. ഇതിനെയാണ് നമ്മൾ ബിംബന ഘട്ടം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ബിംബന ഘട്ടം, അല്ലെ. ഏതൊരു ആശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റേതാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബ്രൂണർ. ഇതിനെയാണ് ബിംബന ഘട്ടം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്, അല്ലെ. കായിക പ്രവർത്തനങ്ങളിൽ നിന്ന് ബിംബങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിംബന ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെ. കായിക പ്രവർത്തനങ്ങളിൽ നിന്ന് ബിംബങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടത്തിനെയാണ് ബിംബന ഘട്ടം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്, അല്ലെ. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമായതുമായ ഒരു വികസന ഘട്ടം, അതിനെയാണ് ബിംബനഘട്ടം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്.
വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമായതുമായ വികസനഘട്ടം, അതാണ് ബിംബനഘട്ടം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഉദാഹരണമായിട്ട് നോക്കിയാൽ എന്താണ്, കയ്യിൽ കിട്ടിയ കരിക്കട്ടയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ ചുവരിലോ മറ്റു പ്രതലങ്ങളിലോ പലതരം രൂപങ്ങൾ വരയ്ക്കുന്നുണ്ട്. അല്ലേ, കയ്യിൽ കിട്ടിയ കരിക്കട്ടയും മറ്റും ഉപയോഗിച്ച് കുട്ടികൾ ചുവരിലോ മറ്റ് പ്രതലങ്ങളിലോ പലതരത്തിലുള്ള രൂപങ്ങൾ എന്ത് ചെയ്യണം, വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു അനുഭവമാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ മാനസിക നില അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ പതിയുന്ന ആ ചിത്രങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ആവിഷ്കാരം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ബിംബനഘട്ടം. അതായത് ബിംബങ്ങളെ മനസ്സിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ ആ ബിംബങ്ങൾ തിരിച്ച് ഒരു ചിത്രമായ രൂപത്തിൽ ചുമരിലൊക്കെ പ്രകടിപ്പിക്കുന്നത് കുട്ടിയുടെ ആ ഒരു ആവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ വൈജ്ഞാനിക വികസനത്തിൻ്റെ ഈ തലത്തിൽ വസ്തുക്കൾ, വ്യക്തികൾ, സംഭവങ്ങൾ തുടങ്ങിയവയെ കുട്ടി ആവിഷ്കരിക്കുന്നത് ഇത്തരത്തിലുള്ള മനോബിംബങ്ങളിലൂടെയാണ്. അല്ല, വൈജ്ഞാനിക വികസനത്തിൻ്റെ ഈ തലത്തിൽ വസ്തുക്കൾ, വ്യക്തികൾ, സംഭവങ്ങൾ തുടങ്ങിയവയെ കുട്ടി ആവിഷ്കരിക്കുന്നത് ഇത്തരം മനോബിംബങ്ങളിലൂടെയാണ്. ഇനി നമുക്ക് പ്രതിരൂപാത്മക ഘട്ടം അഥവാ പ്രതീകാത്മക ഘട്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ല, പ്രതിരൂപാത്മക ഘട്ടം അഥവാ പ്രതീകാത്മക ഘട്ടം എന്താണ് എന്ന് നോക്കാം. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടത്തിനെയാണ് നമ്മൾ പ്രതീകാത്മകമായ ഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നത്. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രതീകങ്ങളെ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടത്തിനെയാണ് നമ്മൾ പ്രതീകാത്മകമായ ഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാപദങ്ങളായി മാറ്റുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അല്ലേ, പ്രവർത്തനങ്ങളും ബിംബങ്ങളും ഭാഷാപരമായി മാറ്റുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ പ്രതീകാത്മക ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ല, തൻ്റെ വീട്ടുവളപ്പിൽ കണ്ട മയിലിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി എന്താണ്, ആശയപ്രകാശനത്തിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന പ്രതീകമാണ്. അപ്പോൾ കുട്ടി എന്താ ചെയ്യുന്നത്, കുട്ടിയുടെ വീട്ടുവളപ്പിൽ കണ്ടൊരു പക്ഷിയെക്കുറിച്ച് എന്താണ് അതിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ എന്താണ് കുട്ടി വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടി ആശയപ്രകാശനത്തിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നൊരു പ്രതീകമാണ്. ഈ ഘട്ടത്തിലുള്ള കുട്ടിക്ക് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവ് ഉണ്ടായിരിക്കുന്നതാണ്. അമൂർത്ത ചിന്തനം എന്നാണ് ഇവിടെ പറയുന്നത്. വൈജ്ഞാനിക വികസനത്തിൻ്റെ ഉയർന്ന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. വൈജ്ഞാനിക വികസനത്തിൻ്റെ ഉയർന്ന ഘട്ടത്തിനെയാണ് നമ്മൾ പ്രതീകാത്മക ഘട്ടം എന്നുകൊണ്ട് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്താണെന്ന് നോക്കാം. അല്ലേ, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. അപ്പോൾ സെൻസേഷൻ എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ, ഏതെങ്കിലും പരിസര ഘടകങ്ങളുടെ സ്വാധീനത്തിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് സംവേദനം എന്ന് പറയുന്നത്. അല്ലെ, കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും അല്ലെ രുചിയിലൂടെയും മണത്തിലൂടെയും സ്പർശനത്തിലൂടെയും എല്ലാം എന്താണ് നമുക്ക് ഉദ്ദീപനമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഉദ്ദീപനത്തിനെയാണ് സെൻസേഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അഥവാ സംവേദനം എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു മാനസിക പ്രക്രിയയാണ് ഈ സംവേദനം എന്ന് പറയുന്നത്. അല്ലെ, വളരെ ലളിതമായ ഒരു മാനസിക പ്രക്രിയയാണ് നമ്മളെന്ത് വിശേഷിപ്പിക്കുന്നത്, സംവേദനം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷണം എങ്ങനെയാണ് എന്ന് നോക്കാം. അല്ലെ, പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷണം എന്താണെന്ന് നോക്കാം. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വളരെയേറെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലാവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു. അല്ല, വേണ്ടത് മാത്രം എടുത്തിട്ട് ആവശ്യമില്ലാത്തതിനെ നമ്മൾ തള്ളിക്കളയുന്നു. ഇതിനെയാണ് നമ്മൾ പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വളരെയേറെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലാവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ട് ആവശ്യമില്ലാത്തതിന് എന്ത് ചെയ്യാണ്, തള്ളിക്കളയുകയാണ്. ഇതിനെയാണ് നമ്മൾ പ്രത്യക്ഷണം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അല്ലേ, സംവേദനത്തിലൂടെ ഉളവാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, പ്രത്യക്ഷണമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ സംവേദനത്തിലൂടെ ഉളവാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രത്യക്ഷണം എന്ന് പറയുന്നത്. അതായത് ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളോടുള്ള ഒരു മാനസിക പ്രതികരണം. അല്ലേ, ചുറ്റുപാടും ഉണ്ടാകുന്ന മാറ്റങ്ങളോടുള്ള ഒരു മാനസിക പ്രതികരണം, ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോടുള്ള ഒരു മാനസിക പ്രതികരണമാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന പ്രത്യക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയോ ആശയദാന മാതൃക, അതായത് ദ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നതാണ്. ആശയദാന മാതൃക, ദ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്നാണ് പറയുന്നത്. എന്താണ് ആശയദാന മാതൃക എന്ന് പറയുന്നത്? ആശയസമ്പാദന മാതൃക, ആശയദാന മാതൃക, ആശയസമ്പാദന മാതൃക, ദ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആവിഷ്കരിച്ചത് ആരാണ്? ബ്രൂണറാണ്. അല്ല, ബ്രൂണറാണ് ഇത് ആവിഷ്കരിച്ചത്. ദ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആവിഷ്കരിച്ചത് ബ്രൂണർ എന്ന് പറയുന്നയാളാണ്. അല്ലെ, ആശയദാന മാതൃകയാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പ്രകാരം അല്ലെങ്കിൽ ആശയദാന മാതൃക പ്രകാരം ആശയരൂപീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. അല്ലെ, ആശയരൂപീകരണത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. അതിലെന്തുണ്ട്? നിരീക്ഷണമുണ്ട്, താരതമ്യമുണ്ട്, തരംതിരിക്കലുണ്ട്, നിഗമനത്തിലെത്തിക്കലുമുണ്ട്. ആശയരൂപീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇതെല്ലാമാണ്. നിരീക്ഷണമുണ്ട്, താരതമ്യമുണ്ട്, തരംതിരിക്കലുണ്ട്, നിഗമനത്തിലെത്തിയലുമുണ്ട്. അല്ലേ, ഇനിയോ ഒരു കൂട്ടം വസ്തുക്കൾക്കുള്ളിൽ സാജാത്യങ്ങളുമുണ്ട്, വൈജാത്യങ്ങളുമുണ്ട്. അല്ലെ, ഒരു കൂട്ടം വസ്തുക്കൾക്കുള്ളിൽ സാജാത്യങ്ങളുമുണ്ട്, വൈജാത്യങ്ങളുമുണ്ട്. ഇതൊക്കെ ദർശിക്കുന്ന കുട്ടിക്ക് സമാനതയുള്ളവയെ ഒരു കൂട്ടമായിട്ട് തോന്നും.
അല്ലാത്തവയെ മറ്റൊരു കൂട്ടമായിട്ടും തരംതിരിക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടിയുടെ ബൗദ്ധിക വികാസമാണ് ഇവിടെ കാണുന്നത്. ഒരു കൂട്ടം വസ്തുക്കൾക്കുള്ളിൽ സാജാത്യങ്ങളും വൈജാത്യങ്ങളും ദർശിക്കുന്ന കുട്ടിക്ക് സമാനതയുള്ളവയെ ഒരു കൂട്ടമായും അല്ലാത്തവയെ മറ്റൊരു കൂട്ടമായിട്ടും തരംതിരിക്കാനായിട്ട് കഴിയുന്നതാണ്. വസ്തുക്കളുടെ സവിശേഷതകൾ നിരീക്ഷിക്കുന്നതിലൂടെയും താരതമ്യം ചെയ്യുന്നതിലൂടെയുമാണ് ഇത് കുട്ടിക്ക് സാധിക്കുന്നത്. അല്ല, വസ്തുക്കളുടെ സവിശേഷതകൾ നിരീക്ഷിക്കുന്നതിലൂടെയും താരതമ്യം ചെയ്യുന്നതിലൂടെയുമായിട്ടാണ് കുട്ടിക്ക് ഇത് സാധിക്കുന്നത്. തൻ്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും കുറിച്ച് കുട്ടി ആശയങ്ങൾ രൂപീകരിക്കുന്നത് ഇത്തരത്തിലാണ്. തൻ്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും കുറിച്ച് കുട്ടി ആശയങ്ങൾ രൂപീകരിക്കുന്നത് ഇത്തരത്തിലാണ്. അതേപോലെ കണ്ടെത്തൽ പഠന മാതൃകയിൽ അല്ലെങ്കിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് ഈ ആശയാദാന മാതൃക എന്ന് പറയുന്നത്. അതായത് കണ്ടെത്തി പഠിക്കുന്ന രീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ആശയാദാന മാതൃക എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ട മറ്റുള്ളവയിൽ നിന്നും വേർതിരിക്കാനുള്ള ഗുണസവിശേഷതകൾ, ഒരേ വർഗത്തിൽപ്പെട്ടവയെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിക്കാനുള്ള ഗുണസവിശേഷതകൾ ആട്രിബ്യൂട്ട്സ് കണ്ടെത്താനുള്ള അന്വേഷണത്തിലൂടെയാണ് ഈ ആശയാദാനം എന്ന് പറയുന്നത് നടക്കുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടവയെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിക്കാനുള്ള ഗുണസവിശേഷതകൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലൂടെയാണ് ആശയദാനം എന്ന് പറയുന്ന പ്രക്രിയ നടത്തപ്പെടുന്നത്. ഗുണസവിശേഷതകളുടെ സാജാത്യ വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ആശയത്തെയും സംബന്ധിച്ച വ്യക്തമായ ധാരണ രൂപീകരിക്കാൻ പഠിതാവിന് കഴിയുന്നത്. ഗുണസവിശേഷതകളുടെ സാജാത്യ വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആശയത്തെയും സംബന്ധിച്ച വ്യക്തമായ ധാരണ രൂപീകരിക്കാനായിട്ട് പഠിതാവിന് കഴിയാറുണ്ട്. ഒരേ വർഗത്തിൽപ്പെടുത്താൻ കഴിയുന്ന പൊരുത്തമുള്ള ഉദാഹരണങ്ങൾ എന്ന് വെച്ചാൽ പോസിറ്റീവ് എക്സാമ്പിൾസ് ആണ് അല്ലേ. ഒരേ വർഗത്തിൽപ്പെടുത്താൻ കഴിയുന്ന പൊരുത്തമുള്ള ഉദാഹരണങ്ങളും ഉൾപ്പെടുത്താനാവാത്ത വിരുദ്ധ സ്വഭാവമുള്ള ഉദാഹരണങ്ങളുമുണ്ട് ഉൾപ്പെടുത്താനാവാത്ത വിരുദ്ധ സ്വഭാവമുള്ള ഉദാഹരണങ്ങളും ഉണ്ടാവും. അവയെ തരംതിരിക്കൽ പ്രക്രിയയിൽ ആവശ്യാനുസരണം ഉപയോഗിച്ചുകൊണ്ട് ആശയദാനം എന്ന് പറയുന്നത് നടത്തുന്നുണ്ട്. വിവരങ്ങളെ വിശകലനം ചെയ്യുന്നതും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതും തരംതിരിക്കൽ അല്ലെങ്കിൽ വർഗീകരിക്കൽ പ്രക്രിയയിലൂടെയാണ്. ആശയപഠനത്തിനുള്ള തന്ത്രങ്ങളെ സ്വീകരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് പ്രക്രിയകളിലൂടെയാണ് നമുക്കറിയാം ഒന്ന് സ്കാനിങ്ങും മറ്റൊന്ന് ഫോക്കസിങ്ങുമാണ് ഒന്ന് സ്കാനിങ്ങും മറ്റൊന്ന് ഫോക്കസിങ്ങുമാണ്. ഈ പഠിതാവ് നിരീക്ഷിക്കുന്ന ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശയത്തെ സംബന്ധിച്ച അനുകൽപ്പനങ്ങൾ ഉണ്ടാക്കുകയും സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ അവയെ പരിശോധിക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. അതായത് പഠിതാവ് നിരീക്ഷിക്കുന്ന ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശയത്തെ സംബന്ധിച്ച അനുകൽപ്പനങ്ങൾ ഉണ്ടാക്കുകയും സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ അവയെ പരിശോധിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നും അഥവാ എന്ത് ആശയമാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നും അറിയാൻ വേണ്ടിയിട്ട് പഠിതാവ് എന്ത് ചെയ്യുകയാണ്? ദൃഷ്ടാന്തങ്ങളുടെ സവിശേഷതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഫോക്കസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും അഥവാ എന്ത് തരത്തിലുള്ള ആശയങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട് ദൃഷ്ടാന്തങ്ങളുടെ സവിശേഷതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നൊരു പ്രക്രിയയുണ്ട്. അതിനെയാണ് ഫോക്കസിങ് എന്ന് പറയുന്നത്. സ്കാനിങ്ങും ഫോക്കസിങ്ങും എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ സ്കാനിങ് എന്ന പ്രക്രിയ എന്താണ്? സെലക്ഷൻ എന്ന ചിന്തന തന്ത്രത്തോടും ഫോക്കസിങ് എന്ന പ്രക്രിയ റിസപ്ഷൻ എന്നതിനോടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് റീസണിങ് എന്താണെന്ന് നോക്കാം. റീസണിങ് വെച്ചാൽ യുക്തിചിന്തനമാണ്. ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന ഒരു പ്രക്രിയ ആണ് ഈ യുക്തിചിന്തനം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന നിൽക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ യുക്തിചിന്തനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂതകാലത്തിലുള്ള അനുഭവങ്ങളെ പ്രശ്നത്തിൻ്റെ പരിഹരണത്തിനായിട്ട് പുതിയ രീതിയിൽ ക്രമീകരിക്കുന്നു. അതേപോലെ എന്താണ്? അത് യോജിപ്പിക്കുന്നു. ഇപ്പോൾ ഭൂതകാല അനുഭവങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ചിന്തയെ ആണ് യുക്തിചിന്ത എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് പഴയകാല അനുഭവങ്ങളെ എന്ത് ചെയ്യാണ്? പ്രശ്നപരിഹാരത്തിനായിട്ട് പുതിയ രീതിയിൽ ക്രമീകരിക്കുന്നു, എന്നിട്ട് യോജിപ്പിക്കുന്നു, എന്നിട്ടോ ഉൽപാദനപരമായിട്ടുള്ളൊരു ചിന്ത അഥവാ യുക്തിചിന്ത അവിടെ കൊണ്ടുവരികയാണ്. ഇത് നമുക്ക് കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിങ്ങിലേക്ക് നമുക്ക് നോക്കാം. കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിംഗ് എന്താണെന്ന് നോക്കാം. ഈ കണ്ടെത്തൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചതാണ് ജെറോം എസ് ബ്രൂണർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കണ്ടെത്തൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് മറ്റാരുമല്ല, ജെറോം എസ് ബ്രൂണർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇനി ക്ലാസ് റൂം പഠനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ക്ലാസ് റൂമിലെ പഠനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കണ്ടെത്തൽ പഠനത്തിൻ്റെ സാധ്യതകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ബ്രൂണർ തന്നെയാണ്. ക്ലാസ് റൂം പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കണ്ടെത്തൽ പഠനത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ബ്രൂണറാണ് അഭിപ്രായപ്പെട്ടത്. ഇനിയോ സാജാത്യ വൈജാത്യങ്ങൾ താരതമ്യം ചെയ്ത് വർഗീകരിച്ച് നിഗമനത്തിലെത്തുന്നതിനെയാണ് നമ്മൾ സാമാന്യമായ ഒരു പഠന രീതിയായിട്ട് വിശേഷിപ്പിക്കുന്നത്. സാജാത്യ വൈജാത്യങ്ങൾ താരതമ്യം ചെയ്തിട്ട് വർഗീകരിച്ച് നിഗമനത്തിലെത്തുക എന്നതാണ് ഈ ഒരു സാമാന്യ രീതി എന്ന് പറയുന്നത്. സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് അവനവന് വേണ്ടി പഠനം നടത്തുന്ന രീതിയാണ് ഇത്.
ഇനി നമുക്ക് പ്രശ്ന പരിഹരണത്തിന് ഉള്ള 3 രീതി ഉണ്ട് അല്ലേ. പ്രശ്ന പരിഹരണ രീതിയിലുള്ള പഠനത്തിന് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതൊന്നാമത്തത് പ്രവർത്തനോന്മുഖത സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് അല്ലേ. പ്രവർത്തനോന്മുഖത സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ്. അതാണ് പഠിതാക്കളെ പ്രവർത്തനത്തിനെ പ്രചോദിപ്പിക്കൽ എന്ന് പറയുന്നത് അല്ലേ. പ്രവർത്തനോന്മുഖത സൃഷ്ടിക്കൽ എന്ന് പറഞ്ഞാൽ പഠിതാക്കളെ പ്രവർത്തനത്തിന് പ്രചോദിപ്പിക്കുക എന്ന് പറയുന്നതാണ്. പ്രവർത്തന തൽപരത നിലനിർത്തൽ എന്ന് പറയുന്നതാണ് രണ്ടാമത്തത് അല്ലേ. പ്രവർത്തന തൽപരത നിലനിർത്തലാണ് രണ്ടാമത്തത്. അഥവാ ആരംഭിച്ച പ്രവർത്തനത്തിലുള്ള താല്പര്യം കൂടാതെ പ്രോജ്വലിപ്പിച്ച് നിർത്തുക എന്ന് പറയും അല്ലേ. ആരംഭിച്ച പ്രവർത്തനത്തിലുള്ള താല്പര്യം കൂടാതെ പ്രോജ്വലിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നതാണ്. ഇനി മൂന്നാമത്തേത് മാർഗനിർദ്ദേശമാണ് അല്ലേ. മൂന്നാമത്തേത് മാർഗനിർദ്ദേശം എന്ന് വെച്ചാൽ എന്താണ്? ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവോടെ പ്രവർത്തിക്കുക അല്ലേ. ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവോടെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ദിശാബോധം രൂപീകരിക്കുക എന്ന് പറയുന്നതാണ് മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചാക്രിക ആരോഹണ രീതിയെക്കുറിച്ച് നോക്കാം അല്ലേ. ചാക്രിക ആരോഹണ രീതിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് വിദ്യാഭ്യാസത്തിൽ ചാക്രിക ആരോഹണ രീതി എന്ന ഒരു ആശയമുണ്ട് അല്ലേ. വിദ്യാഭ്യാസത്തിൽ ചാക്രിക ആരോഹണ രീതി എന്ന് പറയുന്ന ആശയമുണ്ട്. അത് മുന്നോട്ട് വെച്ചതാരാണ്? ബ്രൂണറാണ്. ബ്രൂണർ ഒരു കുട്ടിക്ക് നൽകുന്ന പഠനത്തിൻ്റെ അനുഭവങ്ങളുണ്ട് അല്ലേ. ബ്രൂണർ ഒരു കുട്ടിക്ക് നൽകുന്ന പഠനത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ ഓരോ ഘട്ടത്തിലും അനുയോജ്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. ബ്രൂണർ കുട്ടിക്ക് നൽകുന്ന പഠന അനുഭവങ്ങൾ ഓരോ ഘട്ടത്തിലും അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ് വിദ്യാഭ്യാസത്തിലെ ചാക്രിക ആരോഹണ രീതി എന്ന് പറയുന്നത്. ഇനി വികസനത്തെക്കുറിച്ച് നോക്കിയാലോ. വികസനം ഒരു അനുസ്യൂത പ്രക്രിയയാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലേക്കും അനുയോജ്യമായ പാഠ്യവസ്തുക്കളെ നമുക്കിവിടെ ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ. വികസനം ഒരു അനുസ്യൂത പ്രക്രിയ ആയതിനാൽ ഓരോ ഘട്ടത്തിലേക്കും അനുയോജ്യമായിട്ടുള്ള പാഠ്യവസ്തുക്കൾ നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതേപോലെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? സംഖ്യാബോധവും സങ്കലനവും അല്ലേ, വ്യവകലനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടുകയാണ്. അതായത് കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ നമുക്ക് എപ്പോഴും ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് വന്നിരിക്കുന്നത്, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. ഇനി ബ്രൂണറുടെ അഭിപ്രായത്തിൽ പാഠ്യവസ്തുക്കളെ സ്പൈറൽ രീതിയിലൊന്ന് ക്രമീകരിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുവഴി ഒരു യൂണിറ്റിനെ തന്നെ എന്താണ് ക്രമീകൃതമായ ഘട്ടങ്ങളായിട്ട് തിരിച്ച് അനുയോജ്യമായ പഠന അനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അല്ല. ബ്രൂണറുടെ അഭിപ്രായത്തിൽ പാഠ്യവസ്തുക്കളെ സ്പൈറൽ രീതിയിൽ ക്രമീകരിച്ചാൽ അതുവഴി ഒരു യൂണിറ്റിനെ തന്നെ എന്താണ് ക്രമീകൃതമായ ഘട്ടങ്ങളായി തിരിച്ച് അനുയോജ്യമായ പഠന അനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കാവുന്നതാണ്. ഇതാണ് ബ്രൂണറുടെ ആശയങ്ങളുടെ പഠനപരമായ പ്രസക്തി. പഠിതാക്കളുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കൽ, കൊടുക്കൽ വാങ്ങലുകൾ, കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ എന്നിവ ഈ പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് ബ്രൂണർ സമർത്ഥിക്കുന്നുണ്ട്. പഠിതാക്കളുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കൽ, കൊടുക്കൽ വാങ്ങലുകൾ, കണ്ടെത്തലുകൾ എന്നിവ പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് ബ്രൂണർ തന്നെ സമർത്ഥിക്കുന്നുണ്ട്. ഇനി പഠനാനുഭവങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് മാത്രമല്ല, പഠനാനുഭവം ഒരുക്കുന്ന അധ്യാപകൻ ഒരു പഠന പങ്കാളിയായിട്ട് മാറുന്ന രീതിയുണ്ട്. പഠനത്തെ സുഗമമാക്കുന്ന ആൾ അഥവാ ഫെസിലിറ്റേറ്ററായിട്ട് മാറുന്നതുണ്ട്. പ്രശ്ന പരിഹാരകൻ അഥവാ ഡയഗ്നോസ്റ്റിസിസ്റ്റ് എന്ന രീതിയിലും വരുന്നുണ്ട്. അതേപോലെ ജനാധിപത്യവാദിയായ സംഘത്തലവൻ ഡെമോക്രാറ്റിക് ലീഡർ എന്ന നിലകളിലൊക്കെ ആര് വരുന്നു? ഒരു അധ്യാപകൻ വരുന്നുണ്ട്. അപ്പോൾ പഠനാനുഭവങ്ങൾ ഒരു കുട്ടിക്ക് ഒരുക്കി കൊടുക്കുന്നതിൽ അധ്യാപകനൊരു പഠന പങ്കാളി അഥവാ കോ ലേണർ ആയിട്ടും, അതേപോലെ പഠനത്തെ സുഗമമാക്കുന്ന ആൾ അഥവാ ഫെസിലിറ്റേറ്ററായിട്ടും, പ്രശ്ന പരിഹാരകൻ അഥവാ ഡയഗ്നോസ്റ്റിഷ്യൻ ആയിട്ടും, ജനാധിപത്യവാദിയായ സംഘത്തലവൻ അഥവാ ഡെമോക്രാറ്റിക് ലീഡർ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കേണ്ടതാണ്. ഈ ബ്രൂണർ നിർദ്ദേശിക്കുന്ന പഠന രീതികളാണ് കണ്ടെത്തിയുള്ള പഠനം, ചാക്രിക ആരോഹണ രീതിയിലുള്ള പഠനം, ആശയദാന മാതൃക എന്നിവയൊക്കെ. ബ്രൂണർ നിർദ്ദേശിക്കുന്ന പഠന രീതികളാണ് കണ്ടെത്തൽ പഠനം, ചാക്രിക ആരോഹണ രീതി, ആശയദാന മാതൃക എന്നിവയൊക്കെ. മികച്ച പഠനത്തിന് ബ്രൂണറുടെ അഭിപ്രായത്തിൽ പാലിക്കേണ്ടുന്ന 4 കാര്യങ്ങളുണ്ട് അല്ല. മികച്ച പഠനത്തിന് ബ്രൂണറുടെ അഭിപ്രായത്തിൽ പാലിക്കേണ്ടുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് പഠനോന്മുഖത സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് അല്ലെ. ഒന്നാമത്തേത് പഠനോന്മുഖത സൃഷ്ടിക്കുക എന്നത് കുട്ടിക്ക് അനായാസം വിജ്ഞാന സ്വായത്തമാക്കാനായിട്ട് കഴിയും വിധം പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക എന്നതാണ്. അതായത് മികച്ച പഠനത്തിന് ബ്രൂണറുടെ അഭിപ്രായത്തിൽ പാലിക്കേണ്ടുന്ന 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പഠനോന്മുഖത സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അടുത്തത് കുട്ടിക്ക് അനായാസം വിജ്ഞാന സ്വായത്തമാക്കാൻ കഴിയും വിധം പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇനിയോ അവയെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ ഫലപ്രദമായ ക്രമത്തിൽ അവതരിപ്പിക്കൽ, അനുയോജ്യമായ സമ്മാനങ്ങൾ നൽകൽ എന്നിവയൊക്കെയാണ്. അധ്യാപനത്തെക്കുറിച്ചുള്ള ഏത് സിദ്ധാന്തവും അടിസ്ഥാനപരമായ 5 കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ബ്രൂണർ അഭിപ്രായപ്പെടുകയാണ് അല്ല. അധ്യാപനത്തെക്കുറിച്ചുള്ള ഏത് സിദ്ധാന്തവും അടിസ്ഥാനപരമായിട്ടുള്ള 5 കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ് ബ്രൂണർ അഭിപ്രായപ്പെടുന്നത്. അതിൽ കുട്ടികളിൽ പഠനത്തോട് ആഭിമുഖ്യം വളർത്താൻ ഉതകുന്ന അനുഭവങ്ങളുണ്ടാകും അല്ലെ. കുട്ടികളിൽ പഠനത്തോട് ആഭിമുഖ്യം വളർത്താനായിട്ട് ഉതകുന്ന അനുഭവങ്ങളുണ്ട്. ധാരണയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള അറിവിൻ്റെ ഘടനയുണ്ട് അല്ലെ. ധാരണയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള അറിവിൻ്റെ ഘടനയുണ്ട്.
പഠിക്കാനുള്ള കാര്യങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ ക്രമീകരണം ഉണ്ട് അല്ലേ? അത്തരത്തിലുള്ള ക്രമീകരണമുണ്ട്. വിജയമെന്നോ പരാജയമെന്നോ അംഗീകാരമെന്നോ ശിക്ഷയെന്നോ ഒക്കെ നമുക്ക് ഇവയെക്കുറിച്ച് പൊതുവെ വിശേഷിപ്പിക്കാൻ പറ്റും. ഇനിയോ ചിന്താശക്തിയെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടല്ലേ? ചിന്താശക്തിയെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. ഒന്ന് അടുത്തത് അല്ലേ? ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്രൂണറുടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് അസുബലിൻ്റെ സ്വീകരണ പഠനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അല്ലേ? അസുബലിൻ്റെ സ്വീകരണ പഠനത്തെക്കുറിച്ച് എന്താ പറയണത്? അസുബലിൻ്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് സ്വീകരണ പഠനം അഥവാ റിസപ്ഷൻ ലേണിംഗ്, അർത്ഥപൂർണമായ ഭാഷാപരമായ പഠനം അഥവാ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്നീ പേരുകളിലൊക്കെയാണ്. അപ്പോൾ അസുബലിൻ്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് സ്വീകരണ പഠനമെന്നും റിസപ്ഷൻ ലേണിംഗ് എന്നും അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത്. ഇനി അസുബൽ ഊന്നൽ നൽകുന്ന പ്രധാനപ്പെട്ട പഠനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഭാഷാപരമായ പഠനം അഥവാ വെർബൽ ലേണിംഗ്, രണ്ട് സ്വീകരണ പഠനം അഥവാ റിസപ്ഷൻ ലേണിംഗ്, മൂന്ന് വിശദീകരണ പഠനം അതായത് എക്സ്പോസിറ്ററി ലേണിംഗ് എന്നാണ് അല്ലേ? വെർബൽ ലേണിംഗ്, റിസപ്ഷൻ ലേണിംഗ്, എക്സ്പോസിറ്ററി ലേണിംഗ് എന്നിങ്ങനെയാണ് അസുബൽ ഊന്നൽ നൽകുന്ന പ്രധാനപ്പെട്ട പഠനങ്ങൾ അറിയപ്പെടുന്നത്. ഈ വിജ്ഞാനം സുതാര്യമായ പ്രതിപാദനത്തിനുള്ള ശേഷി പുഷ്ടിപ്പെടുത്തുകയും ബോധനമെന്ന് പറയുന്നത് കാര്യക്ഷമമായി നിർവഹിച്ച് അർത്ഥപൂർണ്ണമാക്കുന്നതുമാണ് സ്വീകരണ പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ? വിജ്ഞാനം സുതാര്യമായ പ്രതിപാദനത്തിനുള്ള ശേഷി പുഷ്ടിപ്പെടുത്തുകയും ബോധനം കാര്യക്ഷമമായിട്ട് നിർവഹിച്ച് അർത്ഥപൂർണ്ണമാക്കുന്നതിനെയുമാണ് നമ്മൾ സ്വീകരണ പഠനം എന്ന് വിശേഷിപ്പിക്കുന്നത്. വിജ്ഞാനം സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും സഹായകമാക്കുന്നതാണിത് അല്ലെ? വിജ്ഞാനം സ്വീകരിക്കുവാനും സ്വാംശീകരിക്കാനും സഹായകമാക്കുന്നതാണിത് അല്ലേ? ഇനിയോ ഭാഷാപരമായ പഠനം അല്ലെ? ഭാഷാപരമായ പഠനത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് വിജ്ഞാനം സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും സഹായകമാകുന്നത്. ഇനി കണ്ടെത്തൽ പഠനത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യത്തിലധികം ഊന്നൽ നൽകുന്നുണ്ട് അല്ലേ? കണ്ടെത്തൽ, അത് നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് എന്താണ്? പഠനത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യത്തിലധികമായിട്ട് ഊന്നൽ നൽകുന്നതാണ് അല്ലേ? അതേപോലെ കണ്ടെത്തൽ പഠനത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യത്തിലധികം ഊന്നൽ നൽകുന്നതാണ് വിശദീകരിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. വിശദീകരിച്ചുള്ള പഠനം. ഇനിയോ പഠിതാവ് വിവരങ്ങൾ സ്വീകരിക്കുന്ന രീതിയെയും സംസ്കരിക്കുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കുന്നതാണ് പഠനത്തിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത്. പഠിതാവ് വിവരങ്ങളെ സ്വീകരിക്കുന്ന രീതിയെയും സംസ്കരിക്കുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കുന്നതാണ് പഠനത്തിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത്. ഇനി മനഃപ്പാഠമാക്കലുണ്ട് അല്ലെ? മനഃപ്പാഠമാക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിതാക്കളുടെ വിജ്ഞാന ആർജനശേഷികളെ നശിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്ന വിജ്ഞാനം മറന്നുപോകുന്നതിനും ഇടവരുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി എന്താണ് ഈ പറയുന്ന അസുബലാണ്. അതായത് കാണാതെ പഠിക്കുക എന്ന് പറയുന്ന രീതി അല്ലേ? മനഃപ്പാഠമാക്കൽ പഠിതാക്കളുടെ വിജ്ഞാന ആർജനശേഷികളെ നശിപ്പിക്കുകയും അതേപോലെ സ്വീകരിക്കുന്ന വിജ്ഞാനം മറന്നു പോകുന്നതിനൊക്കെ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായത്തിൽ അർത്ഥപൂർണമായ ഭാഷാ പഠനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ആശ്രയിക്കേണ്ടുന്ന കുറച്ച് അടിസ്ഥാന ഘടകങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? അതെന്തൊക്കെയാണ്? അതിതൊക്കെയാണ്. പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയുടെ ഘടനയും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ? പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയുടെ പഠനവും കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ലേണർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഡിസിപ്പിൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത അഡ്വാൻസ് ഓർഗനൈസർ നമുക്ക് നോക്കാം അല്ലെ? അഡ്വാൻസ് ഓർഗനൈസർ എന്താണ്? അഡ്വാൻസ് ഓർഗനൈസർ ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും അല്ലെ? ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് അല്ലെ? ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റിക്കൺസിലിയേഷൻ എന്ന് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഇനി ഓരോ വ്യക്തിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റെ സുസംഘടിതമായ ഒരു സംഘാടനമുണ്ട്. അതാണ് വൈജ്ഞാനിക ഘടന എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റെ സുസംഘടിതമായ സംഘാടനമാണ് വൈജ്ഞാനിക ഘടന എന്നാണ് അസുബൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ് അഡ്വാൻസ് ഓർഗനൈസർ? അർത്ഥപൂർണമായ ഭാഷാ പഠനം എങ്ങനെ നിർവഹിക്കണമെന്ന് വിശദമാക്കാൻ വേണ്ടി അസുബൽ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന ധാരണയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അർത്ഥപൂർണമായ ഭാഷാപര പഠനം എങ്ങനെ നിർവഹിക്കണമെന്ന് വിശദമാക്കാൻ വേണ്ടിയിട്ട് അസുബൽ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാനപരമായ ധാരണയാണ് നമ്മൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പുതിയ പാഠ്യവസ്തുക്കളെ അല്ലെ മുമ്പ് പഠിപ്പിച്ച പാഠ്യവസ്തുക്കളുമായിട്ട് ബന്ധിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തേത്. അതായത് പുതിയ പാഠ്യവസ്തുക്കളെ മുമ്പ് പഠിപ്പിച്ച പാഠ്യവസ്തുക്കളുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താണ്? പുതിയ പാഠ്യവസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി പ്രസക്തമായ മുന്നറിവുകൾ പഠിതാക്കൾ എന്ത് ചെയ്യാണ്? പുനഃസ്മരിക്കുന്നു, വീണ്ടും സ്മരിക്കുകയാണ്. അതായത് പുതിയ പാഠ്യവസ്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പ്രസക്തമായിട്ടുള്ള മുൻപിലുള്ള അറിവുകൾ പഠിതാക്കൾ വീണ്ടും ഓർത്തെടുക്കുന്നതാണ് രണ്ടാമത്തേത്. ഇനിയോ പാഠ്യവസ്തുക്കളിലെ പുതിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് അടുത്തത്. ഇനി അവതരിപ്പിക്കുന്ന ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ഊന്നൽ നൽകുക വഴി വൈജ്ഞാനിക ഘടന സുസംഘടിതമാക്കുക.
അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഊന്നൽ നൽകുക വഴി വൈജ്ഞാനിക ഘടന സുസംഘടിതമാക്കുക എന്നുള്ളത് അടുത്തത്. അല്ലേ, ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും ഇവിടെയാണ്. അല്ലേ, ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും അർത്ഥപൂർണമായ വിജ്ഞാനശകലങ്ങൾ പഠിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ പാലിക്കേണ്ട ക്രമം, അതാണ് ക്രമാനുഗത വിശ്ലേഷണം എന്ന് പറയുന്നത്. അർത്ഥപൂർണമായ വിജ്ഞാനശകലങ്ങൾ പഠിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ പാലിക്കേണ്ട ക്രമമാണ് ക്രമാനുഗത വിശ്ലേഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനമുണ്ട്. അല്ലെ, ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം അഥവാ പുതിയ ധാരണകളെയും വിവരങ്ങളെയും ബോധപൂർവം മുന്നറിവുമായിട്ട് ശൃംഖലനം ചെയ്യുന്ന പ്രക്രിയയെ ആണ് നമ്മളെന്താണ് സമഗ്രതാവാദം അഥവാ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത്. അതായത് ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം, അല്ലെ, പുതിയ വിവരങ്ങൾ, അല്ലേ, ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം എന്താണ്? പുതിയ ധാരണകളെയും വിവരങ്ങളെയും ബോധപൂർവം മുന്നറിവിൻ്റെ ശൃംഖലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സമഗ്രതാവാദം അഥവാ ഗസ്റ്റാൾട്ട് എന്ന പ്രക്രിയയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള ഗസ്റ്റാൾട്ട് അഥവാ സമഗ്രതാവാദത്തിനെ അടിത്തറയിട്ടത് ജർമ്മൻ മനഃശാസ്ത്രജ്ഞന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലേ, അവരുടെ പേരുകളാണ് മാക്സ് വെർത്തീമർ, വോൾഫ് ഗാങ് ഹോളർ, കാർട്ട് കോഫ്ക എന്ന് പറയുന്നത്. മാക്സ് വെർത്തീമർ, വോൾഫ് ഗാങ് ഹോളർ, കാർട്ട് കോഫ്ക എന്ന് പറയുന്നത്. ഈ സമഗ്ര വീക്ഷണ മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ നമ്മുടെ വീക്ഷണ രംഗത്തിലെ വിവിധ അംശങ്ങളെ സംയുക്തവും അർത്ഥപൂർണവുമായ സമഗ്ര ക്ഷേത്രമായിട്ട് പുനഃസംഘടിപ്പിക്കുകയാണ്. അല്ലെ, സമഗ്ര വീക്ഷണ മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ നമ്മുടെ വീക്ഷണ രംഗത്തിലെ വിവിധ അംശങ്ങളെ സംയുക്തവും അർത്ഥപൂർണവുമായ സമഗ്ര ക്ഷേത്രമായിട്ട് പുനഃസംഘടിപ്പിക്കുന്നു. അംശങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണെന്ന് അവർ വാദിക്കുകയും അതിന് കാരണമായ പ്രത്യക്ഷണ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ് സമഗ്ര രൂപമെന്ന് പറയുന്നത്. അംശങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണെന്ന് അവർ വാദിക്കുകയും അതിന് കാരണമായ പ്രത്യക്ഷണ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ് സമഗ്ര രൂപമെന്ന് പറയുന്നത്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് പഠിപ്പിക്കുന്നു എന്നതും എങ്ങനെ അർത്ഥപൂർണമായി പഠിപ്പിക്കുന്നു എന്നതുമാണ്. അപ്പോൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് എന്ത് പഠിപ്പിക്കുന്നു എന്നതും എങ്ങനെ അർത്ഥപൂർണമായിട്ട് പഠിപ്പിക്കുന്നു എന്നതും. ഇനി പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളുണ്ട്. അല്ലെ, ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ് ഉണ്ട്. എന്താണ് ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ് അഥവാ പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ നമുക്ക് നോക്കാം. അല്ലെ, ചോദകങ്ങളെ പ്രത്യക്ഷണത്തിനൊത്ത് വർഗീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് ഈ പറയുന്നത്. പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ അഥവാ ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ് ആണ് ചോദകങ്ങളെ പ്രത്യക്ഷണത്തിനൊത്ത് വർഗീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. അതിലൊന്ന് സാമ്യതാ നിയമമുണ്ട്. അല്ലെ, സാമ്യതാ നിയമം അഥവാ സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയും. സാമ്യതാ നിയമം, സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. ഇനി അടുത്ത സാമീപ്യ നിയമമുണ്ട്, ലോ ഓഫ് പ്രോക്സിമിറ്റി. അതാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്, ലോ ഓഫ് പ്രോക്സിമിറ്റിയാണ്. സമ്പൂർണ്ണ നിയമം ഉണ്ട്, ലോ ഓഫ് ക്ലോസർ എന്ന് പറയുന്നതാണ് സമ്പൂർണ്ണ നിയമം. തുടർച്ചാ നിയമമുണ്ട്, ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതാണ് തുടർച്ചാ നിയമം. രൂപപശ്ചാത്തല ബന്ധമുണ്ട്, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ, അതാണ് രൂപപശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത്, രൂപപശ്ചാത്തല ബന്ധം. അല്ലെ, സാമീപ്യ നിയമം, സമ്പൂർണ്ണ നിയമം, തുടർച്ചാ നിയമം, രൂപപശ്ചാത്തല ബന്ധം, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്ന് പറയുന്നു. ഇനി അംശങ്ങളെ സമാനമായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ, അല്ലെ, അംശങ്ങളെ സമാനമായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമ്യതാ നിയമം എന്ന് പറയുന്നത്. അംശങ്ങളെ സമാനമായിട്ട് പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായിട്ട് പ്രത്യക്ഷണം ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്യതാ നിയമം എന്ന് പറയുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായിട്ട് പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമീപ്യ നിയമം. അല്ലെ, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളാൽ പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നതാണ് സമ്പൂർണ്ണ നിയമം. അല്ലെ, ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നതാണ് സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം. ലോ ഓഫ് പ്രാഗ്നൻസ് എന്ന് വിവക്ഷിക്കുന്നതാണ് ഇത്, ലോ ഓഫ് പ്രാഗ്നൻസ്. അല്ലെ, സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അർത്ഥപൂർണമായ ഒരു തുടർരേഖയായിട്ട് അല്ലെങ്കിൽ രൂപമാതൃകയായിട്ട് അതിൻ്റെ പാകത്തിനായിട്ട് ശൃംഖലനം ചെയ്യുന്ന നിയമത്തിനെയാണ് നമ്മൾ തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ച് അറിയുകയും പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്ന നിയമത്തിനെയാണ് നമ്മൾ രൂപപശ്ചാത്തല ബന്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലെ, ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുകയും പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്ന നിയമമുണ്ട്. അതിനെയാണ് രൂപപശ്ചാത്തല ബന്ധം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങളുണ്ട്.
ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങളുണ്ട്. അതെന്തെല്ലാം വേണം? പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഫിഗർ ഗ്രൗണ്ടുമുണ്ട് അല്ലേ? പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഫിഗർ ഗ്രൗണ്ടുമുണ്ട്. അതാണ് ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങളെന്ന് പറയുന്നത്. പ്രശ്ന നിർദ്ധാരണ സമീപനം എന്ന് പറഞ്ഞൊരു സമീപനമുണ്ട് അല്ലേ? പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണശേഷി, ചിന്തനശേഷി, പ്രയോഗിക്കാനുള്ള അവസരം, ഇതൊക്കെ പഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് നമ്മളീ പറയുന്ന സമഗ്രതാവാദ സിദ്ധാന്തം എന്ന് പറയുന്ന. പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണശേഷിയും ചിന്തനശേഷിയും ഉപയോഗിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് സമഗ്രതാവാദ സിദ്ധാന്തം എന്ന് പറയുന്നത്. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തമുണ്ട് അല്ലെ? ഇൻസൈറ്റ് ലേണിംഗ് തിയറി ഉണ്ട്. ഇൻസൈറ്റ് ലേണിംഗ് തിയറി എന്ന് വെച്ചാൽ എന്താണ്? പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി അല്ലെ? പഠനത്തിന് ഒരു ഉൾക്കാഴ്ച വേണമെന്ന് അഥവാ അന്തർദൃഷ്ടി വേണമെന്ന് പറയുന്നതാണിത്. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. ഇത്തരത്തിൽ ആദ്യമായിട്ട് പേര് കൊടുത്ത വ്യക്തിയാണ് കോളർ എന്ന് പറയുന്ന വ്യക്തി. കോളർ പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്നൊരു പേര് ആദ്യം കൊടുത്ത വ്യക്തിയാണ് കോളർ എന്ന് പറയുന്നത് അല്ലെ? ചിമ്പാൻസിയെ ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ഏറ്റവും ഉയർന്ന പഠനം ഉൾക്കാഴ്ചയിലൂടെയാണ് നടക്കുന്നതെന്ന് അനുമാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് കോളർ എന്ന് പറയുന്നത് അല്ലേ? ചിമ്പാൻസി ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ഏറ്റവും ഉയർന്ന പഠനം അഥവാ അന്തർദൃഷ്ടിയിലൂടെയാണ് നടക്കുന്നതെന്ന് അനുമാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് കോളർ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് അഥവാ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തത്തിനെയാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് അഥവാ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. സുൽത്താൻ എന്ന ഒരു സമർത്ഥനായ ഒരു ചിമ്പാൻസി ഉപയോഗിച്ച് ഇത്തരത്തിൽ പഠനം നടത്തിയ വ്യക്തിയാണ് കോളർ എന്ന് പറയുന്നത് അല്ലേ? സുൽത്താൻ എന്നൊരു ചിമ്പാൻസി ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിൻ്റെ പരീക്ഷണം നടത്തിയ വ്യക്തിയാണ് കോളർ അല്ലേ? കോളർ എന്ത് പരീക്ഷണമാണ് നടത്തിയത്? കോളർ സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഒന്ന് എന്ന് വെച്ചാൽ വിശപ്പുള്ള ചിമ്പാൻസിയെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഇരുമ്പ് കൂട്ടിലടച്ചു. എന്നിട്ടോ കൂടിൻ്റെ മുകൾ തട്ടിൽ പഴങ്ങൾ തൂക്കിയിടുന്നു. എന്നിട്ടൊരു പെട്ടിയെടുത്ത് കൂടിൻ്റെ മൂലയിൽ വയ്ക്കുന്നു അല്ലേ? ചിമ്പാൻസി പഴത്തിൽ എത്തിപ്പിടിക്കാനുള്ള ആദ്യത്തെ ശ്രമം എന്താണ്? നടത്തുന്നു, പരാജയപ്പെടുന്നു. കുറച്ച് കഴിയാൻ നേരത്ത് ഈ സുൽത്താൻ എന്നുള്ള ചിമ്പാൻസി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ടുണ്ടെന്ന് പെട്ടിയെടുത്ത് പഴത്തിൻ്റെ കീഴെ വെച്ചിട്ട് അതിന്മേൽ ചാടി കയറി എന്ത് ചെയ്യണം? പഴം കൈക്കലാക്കുന്നു. അങ്ങനെ പെട്ടിയിൽ ചവിട്ടി നിന്നുകൊണ്ട് പഴം കൈക്കലാക്കുവാൻ സുൽത്താൻ എന്ന ചിമ്പാൻസിക്ക് സാധിച്ചപ്പോൾ എന്താണ്? അത് ഒരു വളർച്ചയാണ് കാണിക്കുന്നത്, ബൗദ്ധിക വളർച്ചയാണ് കാണിക്കുന്നത്. ഇത്തരം നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠനം നടത്തുന്നത് അല്ലേ സ്റ്റിമുലേഷൻ റെസ്പോൺസ് അനുബന്ധങ്ങളിലൂടെയല്ല എന്ന് കണ്ടെത്തുകയും പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര ബോധനത്തിലൂടെയാണെന്നും പറയുന്ന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. അപ്പോൾ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തത്തിൻ്റെ ഉദാഹരണമാണ് കോളറും ചിമ്പാൻസിയും. ഇനിയോ കോളറിൻ്റെ അന്തർദൃഷ്ടി പഠന പരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത് എന്ത് എന്ന് നമുക്ക് നോക്കാം അല്ലേ? പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് സന്ദർഭത്തെ അതിൻ്റെ സമഗ്ര രൂപത്തിൽ വീക്ഷിക്കാനും പ്രസക്തമായ പരിസ്ഥിതി ഘടകങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കാനും സാധിച്ചതുകൊണ്ട് മാത്രമാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമഗ്ര വീക്ഷണമുണ്ട് അല്ലേ? അന്തർദൃഷ്ടിയിൽ കലാശിക്കുകയും അത് പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം സൂചിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെ? സമഗ്ര വീക്ഷണം അന്തർദൃഷ്ടിയിൽ കലാശിക്കുകയും അത് പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത്. ഇനിയോ അന്തർദൃഷ്ടി സംഭവിക്കുന്നത് ശ്രമപരാജയ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണെന്നാണ് പറയുന്നത്. അന്തർദൃഷ്ടി സംഭവിക്കുന്നത് എപ്പോഴാണ്? ശ്രമപരാജയ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണെന്നാണ് പറയപ്പെടുന്നത്. അന്തർദൃഷ്ടി പഠനത്തിലെ ക്രമീകൃത ഘട്ടങ്ങളുണ്ട് അല്ലെ? അന്തർദൃഷ്ടി പഠനത്തിലെ ക്രമീകൃത ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? പഠന സന്ദർഭത്തെക്കുറിച്ച് പഠിതാവിനുണ്ടാകുന്ന സമഗ്രമായ വീക്ഷണമാണ് അല്ലെ? പഠന സന്ദർഭത്തെക്കുറിച്ച് പഠിതാവിനുണ്ടാകുന്ന സമഗ്രമായ വീക്ഷണം, അതാണ് അന്തർദൃഷ്ടി പഠനത്തിലെ ക്രമീകൃത ഘട്ടങ്ങളെന്ന് പറയുന്നത്. സന്ദർഭത്തിലടങ്ങിയിട്ടുള്ള വിവിധ ഘട്ടങ്ങളുണ്ടല്ലേ? സന്ദർഭത്തിലടങ്ങിയിട്ടുള്ള വിവിധ ഘട്ടങ്ങൾ, അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ കണ്ടെത്തലുകൾ, പ്രശ്നപരിഹാരത്തിൻ്റെ പെട്ടെന്നുള്ളൊരു ഉരുത്തിരിയൽ, സമഗ്രതാവാദത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി, ഇവയൊക്കെയാണ് അതിലുള്ളത്. ഇനി നമുക്ക് സമഗ്രതയിൽ നിന്ന് അംശങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അല്ലേ? ഒരു പാഠ്യവസ്തുവിൻ്റെ പൂർണ്ണമായ ഉൾക്കാഴ്ച കിട്ടാനായിട്ട് നാം എന്ത് ചെയ്യണം? സമഗ്ര രൂപത്തിൽ നിന്ന് അതിൻ്റെ അംശത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഒരു ചെടിയുടെ ഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ ഒരു ചെടിയെ ആദ്യം പരിചയപ്പെടുത്തും. എന്നിട്ട് പിന്നീട് ക്രമത്തിലാണ് ഓരോ ഭാഗങ്ങളും അവതരിപ്പിക്കുന്നത്. ഇതാണ് സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക് അഥവാ അംശങ്ങളിലേക്ക് എന്ന പഠന രീതി എന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്ന സിസ്റ്റം. ഇനി നമുക്ക് സംയോജിത സമീപനം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെ? സംയോജിത സമീപനം ഒരു വിഷയത്തിൻ്റെ ഉള്ളടക്കം ഒറ്റപ്പെട്ട വസ്തുക്കളുടെ സമാഹാരമായിട്ട് കാണരുത് അല്ല? ഒരു വിഷയത്തിൻ്റെ ഉള്ളടക്കം ഒറ്റപ്പെട്ട വസ്തുക്കളുടെ സമാഹാരമായിട്ട് കാണരുത്, അവരെ ഒരു സമഗ്ര രൂപമായിട്ട് അപഗ്രഥിക്കാവുന്നതാണ്. ഈ രീതിയിൽ പാഠ്യപദ്ധതിയിലെ എല്ലാ വിഷയങ്ങളും പ്രവർത്തനങ്ങളും ഏകത്വവും ഒത്തിണക്കമുള്ളവയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അഭിപ്രേരണ സൃഷ്ടിക്കലെന്ന് പറയുന്നുണ്ട്. അധ്യാപകൻ കുട്ടിയിൽ നിന്ന് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒരു താല്പര്യവും അഭിപ്രേരണമൊക്കെ ജനിപ്പിക്കാനായിട്ട് അധ്യാപകന് സാധിക്കേണ്ടതുണ്ട്. അടുത്ത 4 ധാരണയ്ക്ക് നൽകുന്ന ഊന്നലിനെ കുറിച്ചാണ് പറയുന്നത്. ധാരണയ്ക്ക് നൽകുന്ന ഊന്നൽ, അതായത് ആഴത്തിലുള്ള പഠനത്തിന് യാന്ത്രികമായ ആവർത്തനം,
അർത്ഥശൂന്യമായ ക്രമീകരണം അതൊന്നും ആവശ്യമില്ല. അപ്പോൾ ധാരണയ്ക്ക് നൽകുന്ന ഊന്നൽ വെച്ചാൽ ആഴത്തിലുള്ള പഠനത്തിന് യാന്ത്രികമായ ആവർത്തനമോ അർദ്ധശൂന്യമായ ക്രമീകരണ പ്രവർത്തനങ്ങളോ ഒന്നും അഭികാമ്യമല്ല. പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും ഉൾക്കാഴ്ചയും പഠനത്തിന് ആവശ്യമായ ഊർജ്ജവും സമയവും ലാഭിക്കാനായിട്ട് ഇത് സാധിക്കുന്നതാണ്. ഇനി പ്രശ്നനിർദ്ധാരണ സമീപനമുണ്ട് അല്ലേ. പ്രശ്നനിർദ്ധാരണ സമീപനം എന്താണ്? പ്രശ്നനിർദ്ധാരണ സമീപനം നിരീക്ഷണശേഷിയും ചിന്താശേഷിയും ഉപയോഗിക്കുവാനുള്ള അവസരമാണ് അല്ലേ. നിരീക്ഷണശേഷിയും ചിന്താശേഷിയും ഉപയോഗിക്കുവാനുള്ള അവസരമാണ് പ്രശ്നനിർദ്ധാരണ സമീപനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീൽഡ് തിയറി അഥവാ കർട്ട് ലെവിൻ്റെ ക്ഷേത്ര സിദ്ധാന്തം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കർട്ട് ലെവിൻ്റെ ക്ഷേത്ര സിദ്ധാന്തമാണ് അല്ലെ. സമഗ്ര വീക്ഷണത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അല്ലെ സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങളുടെ അനുബന്ധമാണ് ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങളുടെ അനുബന്ധമാണ് ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കർട്ട് ലെവിനാണ്. ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കർട്ട് ലെവിനാണ്. കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര ആശയത്തിനാണ് അല്ലെ. കേന്ദ്ര ആശയത്തിനാണ്. കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര ആശയത്തിനാണ്. വ്യക്തിയും അയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു രംഗപ്രത്യക്ഷണവുമുണ്ട്. വ്യക്തിയും അയാളുടെ സ്വന്തമായ ഒരു രംഗപ്രത്യക്ഷണവുമുണ്ട്. രംഗശക്തികളും ഉൾപ്പെടുന്ന മനഃശാസ്ത്രപരമായ ഒരു ആശയമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. വ്യക്തിയും അയാളുടെ സ്വന്തമായ രംഗപ്രത്യക്ഷണവും രംഗശക്തികളും ഉൾപ്പെടുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ആശയമാണ് ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയാണ് ജീവിതരംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മാനസിക പരിതസ്ഥിതിയെയാണ് ജീവിത രംഗം അഥവാ ലൈഫ് സ്പേസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തി ലക്ഷ്യം നേടാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അയാളെ സഹായിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് അഥവാ ഉത്തേജക ശക്തി എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ജീവിത തരംഗത്തിലുള്ള മറ്റ് ചില ശക്തികൾ ലക്ഷ്യപ്രാപ്തിക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വ്യക്തിയെ പിന്നോക്കം തള്ളുന്ന പ്രതിബന്ധങ്ങളാണ്. അതിനെയാണ് നമ്മൾ ബാരിക്കേഡുകൾ അഥവാ മതിലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. തടസ്സങ്ങൾ മാറി ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ വിരുദ്ധ ശക്തികളുടെ സംയുക്ത ഫലം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായിട്ട് വന്നേ മതിയാവുകയുള്ളൂ. ഗണിതശാസ്ത്രത്തിലെ ടോപ്പോളജി എന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ പഠനത്തിൽ രൂപമാറ്റവുമായിട്ട് താരതമ്യപ്പെടുന്നതിനാൽ ഈ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നതാണ് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. ടോപ്പോളജിക്കൽ സൈക്കോളജി. അപ്പോൾ ഈ കർട്ട് ലെവിൻ്റെ സിദ്ധാന്തങ്ങൾ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നറിയപ്പെടാൻ കാര്യം മറ്റൊന്നുമില്ല. ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിൻ്റെ പഠനത്തിൽ രൂപമാറ്റവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതിനാൽ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന പേരിലാണ്. ഈ ലെവിൻ തന്നെ മൃഗങ്ങളെ പരീക്ഷണ വിധേയമാക്കിയ മറ്റ് സമകാലിക ശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യ ശിശുക്കളുടെ വ്യവഹാരത്തെയാണ് പരീക്ഷണ വിധേയമാക്കിയത്. അപ്പോൾ മനുഷ്യ ശിശുക്കളുടെ വ്യവഹാരത്തെ പരീക്ഷണ വിധേയമാക്കിയ വ്യക്തിയാണ് കർട്ട് ലെവിൻ. ഇദ്ദേഹം സമഗ്രമായ ഭൗതിക സാമൂഹ്യ സാഹചര്യങ്ങളെ ധർമ്മം എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്? വ്യവഹാരത്തിൽ പഠിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിയുടെ വ്യവഹാരം യുക്തിയും സമഗ്രമായ പരിസ്ഥിതി സാഹചര്യവും പുലർത്തുന്ന ഒരു ഏകതാ ബന്ധമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് B = F/PE എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. B എന്ന് പറയുന്നത് വ്യവഹാരം അഥവാ ബിഹേവിയറാണ്. F എന്ന് പറയുന്നത് ഫംഗ്ഷൻ അഥവാ ഏകതാ ബന്ധമാണ്. P എന്ന് പറയുന്നത് പേഴ്സൺ എന്നതാണ്. E എന്ന് പറയുന്നത് സമഗ്ര മനഃശാസ്ത്രം എന്ന് പറയുന്നതാണ്. പരിസ്ഥിതി ടോട്ടൽ സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് അഥവാ അന്തർദൃഷ്ടി എന്നാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ബാസിസ് അക്കാഡമി നൽകുന്ന ഈ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി ആൻഡ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.